ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നമ്മുടെ ആ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ നാട്ടിലാണ്ട് ഹയർ സെക്കൻഡറി പരീക്ഷാ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷ അഭിമുഖീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാർക്കും അനിയത്തിമാർക്കും അവരുടെ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളൊരു അവയർനെസ് വീഡിയോ ആണ്. +2 ജീവിതം, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ അവസാന ദിനങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഏറ്റവും മനോഹരമായ ഒരുപാട് സൗഹൃദങ്ങൾ, നഷ്ടപ്രണയങ്ങൾ, കളിയും ചിരിയും തമാശകളും ഒക്കെ നിറഞ്ഞു നിന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്ത അനവധിയായ മനോഹരമായ ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്ന നാൾ വഴികൾ. അപ്പം എൻ്റെ 10ാം ക്ലാസ്സിലെ ജീവിതത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എഴുതിയൊരു പാട്ടിൻ്റെ 4 വരിയിലൂടെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഇതുവഴി ഞാൻ വരുമ്പോൾ എതിർവഴി നീ വരുമ്പോൾ നമ്മൾ ചിരിക്കണം പരസ്പരം മറന്നിടാതെ. അതുപോലെ തന്നെ എല്ലാ സൗഹൃദങ്ങളും എന്നെന്നും നിലനിൽക്കട്ടെ. എല്ലാവരെയും നിങ്ങൾ അവസാനം വരെ ഓർക്കുക. നിങ്ങളുടെ എല്ലാ സൗഹൃദങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. +2 കാലഘട്ടം. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞുള്ള നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ്, നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന കോഴ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരണം, എന്തായി തീരണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആദ്യം തന്നെ മാതാപിതാക്കളോട് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും എല്ലാവർക്കും. നിങ്ങളുടെ മക്കളെ എഞ്ചിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം, അക്കൗണ്ടൻ്റ് ആക്കണം, പൈലറ്റ് ആക്കണം, അങ്ങനെ കുറേയധികം സ്വപ്നങ്ങൾ. നിങ്ങളുടെ ആ സ്വപ്നങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ മക്കളെ ഉന്തിത്തള്ളി വിടുന്നതിന് മുന്നേ അവരോടുകൂടി ചോദിക്കുക, അവർക്ക് അത് വേണോ വേണ്ടായോ എന്ന്. നിങ്ങളെപ്പോലെ തന്നെ അവർക്കും ഉണ്ടാകില്ലേ ഒരുപാട് സ്വപ്നങ്ങൾ. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു അഭിരുചിക്കനുസരിച്ച് അവർക്ക് വേണ്ടതിന് വേണ്ടിയിട്ട്, അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ സ്വപ്നങ്ങൾ അതിനുവേണ്ടി സ്കിപ്പ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി മക്കളോടൊരു കാര്യം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വപ്നം ചൂസ് ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ട് അവസാനം അതൊക്കെ പഠിച്ചിട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പോവില്ല. അവർ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ അതിലേക്ക് പഠിക്കാൻ വിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ വേണ്ടി അതൊരു പിടിവലിയായി കണ്ട് നിങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറേ മാതാപിതാക്കളും റിലേറ്റീവ്സും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കപ്പൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കപ്പൽ ജോലിയിലേക്ക് എത്തിപ്പെടാൻ എന്ത് കോഴ്സ് ചെയ്യണം. കുറേ പേരൊക്കെ റീല് കണ്ടിട്ടാണ് കടലിൽ ഇങ്ങനെ കാറ്റത്ത് കൈവിരിച്ച് നിൽക്കുന്നതും കടലിലേക്ക് ഏകാന്തമായി നോക്കി നിൽക്കുന്നതൊക്കെ റീല് കണ്ടിട്ട് എങ്ങനെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ സൂര്യാസ്തമനം വളരെ മനോഹരമായി കണ്ടിട്ട് റീലിൽ കാണുന്ന ജീവിതമൊന്നും അല്ലെന്ന് ഈ കപ്പൽ ജീവിതം. നമ്മളൊരു ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിലാണ് ജീവിക്കുന്നത്. ഞങ്ങളൊക്കെ ഹോം അവേ ഫ്രം ഹോം എന്നാണ് പറയുന്നത്, വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് വരുന്ന അനുഭൂതി. നമുക്ക് ഏതൊരു ജോലിയും 2 തരത്തിൽ ചെയ്യാം, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല അവിടെ. ഈ രണ്ടാമത് രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യാം. ഞാനൊക്കെ ചെയ്യുന്ന പോലെ, ഞാനൊക്കെ ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ്. അതായത് ഈ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ ഞാൻ ഒരുപാട് അധ്വാനിച്ചു, ഒത്തിരി നാൾ കാത്തിരുന്നിട്ടാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്, ഒരുപാട് നാൾ ഫോളോ അപ്പ് ചെയ്തിട്ട് എത്തിപ്പെട്ട ഈ ഒരു കപ്പൽ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് എനിക്കിതെന്നും ഒരുപാട് പ്രീഷ്യസ് ആയിട്ടുള്ളൊരു കരിയറാണ് എൻ്റേത്. അപ്പോൾ അത്തരത്തിൽ ഒരു പാഷനായിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കപ്പൽ ജീവിതത്തിലേക്ക് എത്തിപ്പെടണം. അപ്പോൾ കപ്പൽ ജീവിതത്തിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് കപ്പലിൽ എന്താകണം എന്ന് ആദ്യം തീരുമാനിക്കുക. കപ്പലിൽ ഏത് പൊസിഷനിൽ നിങ്ങൾക്ക് എത്തണം. ക്യാപ്റ്റൻ ആകണം, അല്ലെങ്കിൽ ഓഫീസർ ആകണം, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ആകണം, അക്കൗണ്ടൻ്റ് ആകണം, ഡോക്ടർ ആകണം, അതല്ല നിങ്ങൾ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. എന്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് പൊസിഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യുക. അതിന് കപ്പലിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കപ്പലുകൾ തന്നെ ഒരുപാട് തരത്തിലുണ്ട്. മെർച്ചൻ്റ് നേവി വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെർച്ചൻ്റ് സൈഡ് വരുന്ന കപ്പലുകൾ എന്ന് പറയുമ്പോൾ ബൾക്ക് കാരിയർ ഉണ്ട്, കണ്ടെയ്നർ ഷിപ്സ് ഉണ്ട്, കാർഗോസ് ഉണ്ട്, അതുപോലെ തന്നെ കണ്ടെയ്നർ ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്, കെമിക്കൽ ടാങ്കേഴ്സ് ഉണ്ട്, റോറോ വെസൽസ് ഉണ്ട്, അങ്ങനെ കുറേ ഷിപ്പുകളുണ്ട്. ക്രൂസ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ക്രൂസ് ലൈൻസ് ആണ് കൂടുതലും. ക്രൂസ് ലൈൻസിൽ നമുക്ക് നിരവധി ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. കാർഗോ ലൈഫിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു 17 മുതൽ 25 വരെ ക്രൂ മെമ്പേഴ്സ് ഒരു കപ്പലുണ്ടായിരിക്കുള്ളൂ. അതും നല്ല ജീവിതമൊക്കെ തന്നെയാണ്. ലോങ് സീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ജീവിതമാണ്, ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും. ഇനി ക്രൂസ് ലൈഫിലേക്ക് വരാം. ഞാനൊക്കെയുള്ള ജീവിതം, ഞാനും മെർച്ചൻ്റ് നേവി ജോലി ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇത് 2 കാര്യങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നത് തന്നെ. അപ്പം ക്രൂസ് ലൈഫ്
ചെറിയൊരു ക്രൂസ് ലൈൻ ആയാൽ പോലും കുറഞ്ഞത് 600-ലധികം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഇനി വലിയ വലിയ കപ്പുകൾ, റോയൽ കരീബിയൻ ഐക്കൺ ഓഫ് സീസ്, നമ്മുടെ കാർണിവലിൻ്റെ എക്സ്ട്രാ ക്ലാസ് ഷിപ്സ് ഒക്കെ ആണെങ്കിൽ 1500 പുറത്ത് ക്രൂ ഉണ്ടായിരിക്കും, ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. 100-ലധികം നാഷണാലിറ്റീസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, പലതരം കൾച്ചർ, ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു വേൾഡാണ് ഓരോ ക്രൂസ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കടൽ, ചില സമയത്ത് കടൽ ക്ഷോഭിതമാകും, സീസിക്ക് ഉണ്ടാവും. അപ്പം അത്തരത്തിൽ ഇതൊക്കെ പഠിച്ച് ആഗ്രഹിച്ച് വന്നിട്ട് അയ്യോ സീസിക്കാണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് വേദനിക്കും. അതിനൊന്നും നിൽക്കല്ലേ. അപ്പോൾ കടൽ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കടൽ പലതരത്തിലാണ്, കടൽ പലപ്പോഴും പല സ്വഭാവമാണ്. കടൽ നമ്മൾ മനുഷ്യരെ പോലെ പലപ്പോഴും പല രീതിയിലാണ് കടൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല റഫായിരിക്കും, ചിലപ്പോൾ ശാന്തമായിരിക്കും, ചിലപ്പോൾ ചെറിയ ഓളങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റിൽ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു നാണയത്തിന് എപ്പോഴും രണ്ട് വശങ്ങൾ, അഡ്വാൻറ്റേജും ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്ത് കോഴ്സ് ചെയ്താൽ നമുക്ക് കപ്പലിൻ്റെ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഓഫീസർ മുതൽ ക്യാപ്റ്റൻ റാങ്കിലേക്ക് എത്തിപ്പെടാൻ എന്ത് കോഴ്സ് ചെയ്യണം? അതിന് നിങ്ങൾ BSc നോട്ടിക്കൽ സയൻസ് ആണ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ BSc നോട്ടിക്കൽ സയൻസ് കോഴ്സിന് ഉള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. BSc നോട്ടിക്കൽ സയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് +2 സയൻസിൽ PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റിന് കുറഞ്ഞത് 60% മാർക്കും, അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 50% മാർക്കും ഉണ്ടായിരിക്കണം. പിന്നീടുള്ളത് IMU, അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന സെറ്റ് എക്സാം, കോമൺ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഒരു DG അപ്രൂവ്ഡ് മെഡിക്കൽ നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് PCMന് 60% മാർക്കും ഇംഗ്ലീഷിന് 50% മാർക്കും, നിങ്ങൾ IMUയുടെ സെറ്റ് എക്സാമും പാസ്സായി, DG അപ്രൂവ്ഡ് മെഡിക്കലും പാസ്സായി. പിന്നീട് നിങ്ങൾക്ക് ഉള്ളതൊരു കൗൺസിലിങ്ങും അതുപോലെ തന്നെ അഡ്മിഷൻ ക്രൈറ്റീരിയ ആണുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് അല്ലെങ്കിൽ IMU അപ്രൂവ്ഡ് കോളേജ് ആയിരിക്കണം എന്നാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും സംഭവങ്ങൾ ക്ലിയർ ചെയ്തു, അതായത് ഈ ഒരു നമ്മൾ എൻട്രൻസ് എക്സാം എല്ലാം കഴിഞ്ഞു, മെഡിക്കൽ എല്ലാം ക്ലിയർ ചെയ്തു, നമ്മുടെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കിടക്കുമ്പം കുറേ കോളേജുകൾ, ഇപ്പോൾ അമിത് യൂണിവേഴ്സിറ്റി പോലുള്ള കോളേജുകളൊക്കെ ഇന്ത്യയിൽ ചില കമ്പനികളുടെ സ്പോൺസർഷിപ്പ് കൊടുക്കാറുണ്ട്. കാർണിവൽ അമിത് യൂണിവേഴ്സിറ്റി ആയിട്ട് സ്പോൺസർഷിപ്പ് പലപ്പോഴും കൊടുക്കാറുണ്ട്. അതുപോലെ മുംബൈയിലും ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ ഉള്ള ഒരുപാട് അഫിലിയേറ്റഡ് കോളേജുകൾ ഇത്തരം റോയൽ കരീബിയൻ പോലുള്ള ലോകോത്തര കമ്പനികളുടെ MSc പോലുള്ള കമ്പനികളൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അപ്പം നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലഭിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗ്യം പോലിരിക്കും. സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും നിങ്ങളുടെ ഫുള്ള് ചിലവ് വഹിക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് ജോലിയും അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ മർച്ചന്റ് സൈഡിൽ വരുവാണെങ്കിൽ ആംഗ്ലോ വെസ്റ്റേൺ പോലുള്ള കമ്പനികൾ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഡെക്കിലേക്ക് പോകാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഓഫീസർ ക്യാപ്റ്റൻ റാങ്കിലേക്ക് പോകാൻ നിങ്ങൾ ചെയ്യേണ്ടത് BSc നോട്ടിക്കൽ സയൻസ്. ഇനി എൻജിൻ സൈഡിലേക്ക് പോകണം. ഒരു സെക്കൻഡ് എഞ്ചിനീയർ, തേർഡ് എഞ്ചിനീയർ, ഫോർത്ത് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ റാങ്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് BTech മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. BTech മറൈൻ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സയൻസ് +2 സയൻസിൽ PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 60% ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഒപ്പം IMUവിൻ്റെ സെറ്റ് എക്സാം പാസ്സായിരിക്കണം. DG അപ്രൂവ്ഡ് ഒരു ചെറിയ മെഡിക്കൽ പാസ്സായിരിക്കണം. ഇത്രയും സംഭവങ്ങൾ കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൗൺസിലിങ്ങും ഇതുപോലെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം എഞ്ചിൻ സൈഡിലേക്ക് പോകാൻ നിങ്ങൾ BTech മറൈൻ എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കണം. അപ്പം ഈ പറയുന്ന BSc നോട്ടിക്കൽ സയൻസിൻ്റെ ഏജ് വരുന്നത് ഒരു 25 വയസ്സിന് താഴെ ആയിരിക്കണം. ജനറൽ കോട്ടയിൽ 25 വയസ്സിന് താഴെയും, OBCയിൽ 28 വയസ്സിന് താഴെയും, SC STയിൽ 30 വയസ്സിന് താഴെയും നമുക്ക് ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ട് കോഴ്സിനും ഇങ്ങനെ തന്നെയാണ്. ഇനി ഇതൊന്നുമല്ല, നമുക്ക് എഞ്ചിനും വേണ്ട, ഡെക്കും വേണ്ട, നിങ്ങൾക്ക് F&B ഫുഡ് ആൻഡ് ബിവറേജിലേക്ക് വരണം. അതായത് ഇപ്പോൾ ഹോട്ടൽ ഡയറക്ടർ, അസിസ്റ്റന്റ് ഫുഡ് മാനേജർ, F&B ഡയറക്ടർ, F&B മാനേജേഴ്സ്, ബിവറേജ് ഓപ്പറേഷൻ മാനേജേഴ്സ്, സർവേഴ്സ്, അങ്ങനെ അല്ലെങ്കിൽ ബാർ സർവേഴ്സ്, അങ്ങനെയുള്ള പൊസിഷനിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജിൽ ചെയ്യുക എന്നതാണ്. അംഗീകാരമുള്ള കോളേജിൽ മാത്രം ചെയ്യുക. മൂന്നാർ കാറ്ററിംഗ് കോളേജ്, IHM പോലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ കേരളത്തിലുണ്ട്. അവിടെ മാത്രം കോഴ്സ് ചെയ്യുക. അവിടെ കോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയുടെ സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുക. അപ്പം ക്രൂസ് ലൈനിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഇവിടെ ആണെങ്കിൽ നമ്മളെന്തിനാണ് ജോലി ചെയ്യുന്നത്? എൻഡ് ഓഫ് ദി ഡേ എവരിബഡി വോണ്ട് മണി എന്നാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ക്രൂസ് ഷിപ്പിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ബാർ സർവേഴ്സിനാണ്. എക്സ്പെഷ്യലി നമ്മുടെ കാർണിവലിൽ ബാർ സർവേഴ്സ് ഏൺ ചെയ്യുന്ന പോലെ ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല പൈസ. അപ്പോൾ അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ജനറൽ നോളജ് ആയിട്ട് പറഞ്ഞു തന്നെ. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ക്രൂസിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. ജനറൽ ഫിസിഷ്യൻ, നേഴ്സ്,
ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്, ലീഡ് നേഴ്സ്, അങ്ങനെ കുറേ പൊസിഷൻ ഉണ്ട്. ഡോക്ടർമാരുടെ കോൺട്രാക്ട് വന്ന് 4 മാസമാണ്. 4 മാസം കോൺട്രാക്റ്റും 2 മാസം വെക്കേഷനാണ് നമ്മളുടെ കമ്പനി കൊടുക്കുന്നത്. ശമ്പളം $6000 മുതൽ $10,000 വരെയാണ് ശമ്പളം. ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ലക്ഷം രൂപയാണെന്ന്. നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇവിടെ എടുക്കണ്ട എന്നാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നീട് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഹൗസ് കീപ്പിംഗ്. അവിടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എടുത്തിരിക്കണം. അവിടെ അസിസ്റ്റൻറ്റ് ഹൗസ് കീപ്പിംഗ് മാനേജർ, അതുകൊണ്ട് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ്, ലോണ്ട്രി മാനേജർ, ലോണ്ട്രി അറ്റൻഡൻറ്റ്, അങ്ങനെ കുറേ പൊസിഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ വിവിധതരം സബ്ജക്റ്റ് ചൂസ് ചെയ്താൽ, ഹോസ്പിറ്റാലിറ്റി ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിലേക്ക് എത്താൻ വേണ്ടി ഇപ്പം നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് എഞ്ചിനീയറിംഗ്, ലൈറ്റ് എഞ്ചിനീയറിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറേ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ പൊസിഷനിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. പിന്നീടുള്ള സ്പോർട്സ് ആണ്. അപ്പോൾ സ്പോർട്സ് സംബന്ധമായിട്ട് ഉള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്ക് നമ്മുടെ കപ്പലിൽ വിവിധതരം സ്പോർട്സ് കോഴ്സുകളുണ്ട്, അതിലൊക്കെ എത്തിച്ചേരുവാൻ കഴിയും. പിന്നെ ഇപ്പോൾ പ്രീ പ്രൈമറി TTC ഒക്കെ കഴിഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നമുക്ക് ക്യാമ്പ് ഓഷ്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്യാമ്പ് എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടല്ലാണ് വരുന്നത്. അവിടെ നമുക്ക് ഈ കൗൺസിലർമാരായിട്ടും ട്യൂട്ടർമാരായിട്ടും ആനിമേറ്റേഴ്സൊക്കെ ആയിട്ട് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഫിനാൻസ് ഡയറക്ടർ, പേ മാസ്റ്റർ, അക്കൗണ്ടൻസ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെയുള്ള IT ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ BTech IT എഞ്ചിനീയറിങ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ ആ ഒരു മേഖലയിലുള്ള കോഴ്സുകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അത്തരത്തിൽ IT മാനേജറായിട്ട്, IT ഓഫീസറായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഓൺ ബോർഡ് വരാൻ പറ്റും. അങ്ങനെ നിരവധിയായിട്ടുള്ള അവസരങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ഈ ഒരു ക്രൂസ് ലൈൻ ഇൻഡസ്ട്രി നിങ്ങൾക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാർഗോ സൈഡും മർച്ചൻ്റ് നേവി സൈഡും ഒരുപാട് അവസരങ്ങൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഏതൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ എവിടെ എത്തണം, എന്താകണം എന്ന് ഡിസൈഡ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പം മാതാപിതാക്കൾ അപ്പുറത്തെ ബിന്ദുവിൻ്റെ മോള് BTechന് പോകുന്നു, മെഡിസിന് പോകുന്നു, അപ്പുറത്തെ ശശിയുടെ പോകുന്നതാണ്ട് പൈലറ്റ് ആകാൻ പോകുന്നു, എൻ്റെ മോനെ എനിക്ക് പൈലറ്റ് ആകണം എന്നും പറയും ഉന്തി തള്ളി വിടാതിരിക്കുക. അവർക്ക് എന്ത് വേണം അതിനവരുടെ കൂടെ നിൽക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ കപ്പൽ ജീവിതത്തിലെ മറ്റേതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചോ മറ്റേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായി ഒരു മെസ്സേജായിട്ട് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവരുടെ മാതാപിതാക്കളിലേക്കും കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് സഹായത്തിനും എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൂടി ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കമൻ്റായിട്ട് കൊടുക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു അറിവ് പകരുന്ന വീഡിയോയുമായി കണ്ടുമുട്ടുമ്പോഴേക്കും ബൈ ബൈ, സി യു, ഷാഫോ നൗ.